ഈ ഇന്ത്യയിലെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആന്ധ്രയിലും ബീഹാറിലും പിന്നീട് ബംഗാളും കേരളം ത്രിപുര ഒഴിച്ചാൽ ഇന്ത്യയിൽ എന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേരോടാതെ പോയത്? രണ്ട് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ് യഥാർത്ഥ വിഷയം. ഇന്നും ഇപ്പോൾ യു പി ബീഹാറൊക്കെ തന്നെ കണ്ടില്ലേ, ജാതി രാഷ്ട്രീയമാണ്. ഇപ്പോൾ BJP പോലും നേരിടുന്ന അതാണ്. ആ ജാതി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള യാതൊരു ഐഡിയയും ഇവർക്കുണ്ടായിരുന്നില്ല. എല്ലാം വർഗ്ഗസമരത്തിലൂടെ പരിഹരിക്കുന്നു എന്ന് പറയുന്നത് വഴി ജാതിയെ അവഗണിക്കുക ചെയ്ത് ഡോക്ടർ അംബേദ്കറും ഡോക്ടർ ലോഹിയും കമ്മ്യൂണിസ്റ്റുകാരെ അന്ന് ആ പഴയ കാലത്ത് തന്നെ വിമർശിച്ചിരുന്നു. നിങ്ങൾ ഈ ജാതി എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. ബീഹാറിൽ പിളർപ്പ് നടക്കുന്ന സമയത്ത് CPIക്ക് 30 സീറ്റുണ്ട്. ഇന്ന് ഒന്നുപോലുമില്ല. എന്തുകൊണ്ട് പോയി? കാരണം അവിടെ ജാതി രാഷ്ട്രീയം സജീവമായി ഉയർന്നു വന്നു. അത് ലോഹിയുടെ രാഷ്ട്രീയവും അംബേദ്കറുടെ രാഷ്ട്രീയമാണ് ഉയർന്നു വന്നപ്പോൾ അതിനെ നേരിടാൻ ഇവരുടെ ഈ വർഗ്ഗസമര സിദ്ധാന്തത്തിനൊന്നും തന്നെ കഴിയുന്നില്ല. അങ്ങനെയാണ് അവർ പോകുന്നത്. കേരളത്തിലും ബംഗാളിലും കുറച്ചുകൂടി വ്യത്യസ്തമായ രണ്ട് സാഹചര്യങ്ങളുണ്ടായത്. കേരളത്തിൽ മറ്റേ ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള സമരങ്ങളിലൂടെ കടന്നു വന്ന കോൺഗ്രസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരെ മാറിയത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ കൂടെ കൂടി. ശ്രീനാരായണ പ്രസ്ഥാനത്തെ കയ്യിലെടുത്തു, അയ്യങ്കാളി പ്രസ്ഥാനത്തെ കയ്യിലെടുത്തു. ആ രണ്ട് ജാതി വിഭാഗങ്ങളാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായി മാറിയത്. അതേസമയം ആ കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ മഹാത്മാ ഫൂലെയുടെ നേതൃത്വത്തിൽ വലിയ ശ്രീനാരായണ പ്രസ്ഥാനമുണ്ട്. അതിനെ ഇവർ അകറ്റി നിർത്തി. അത് ജാതി വിഷയമാണ് നമ്മൾ തുടരണ്ടെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്ന ബോംബെയിലെ ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹാരാഷ്ട്രയിൽ ഒന്നും അല്ലാതായി മാറി. തമിഴ്നാട്ടിൽ ഇതിനെ സംഭവിച്ചത്. ഇവിടത്തേക്കാൾ മുമ്പ് തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ട്രേഡ് യൂണിയൻ രംഗത്ത്. അവിടെ രാമസ്വാമി നായ്ക്കരുടെ പെരിയാർ പ്രസ്ഥാനത്തെ ഇവർ അകറ്റി നിർത്തി. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ പോലും അതിൽ സവർണ ആധിപത്യം വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ സ്ത്രീകളോ പാർട്ടിയുടെ ഉപരിഘടകത്തിലേക്ക് വരുന്നത് വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും അത് ഈ സവർണ രാഷ്ട്രീയം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ തന്നെയും സവർണ മേധാവിത്വ ചിന്താഗതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ശക്തമായി നിൽക്കുന്നുണ്ട്. കാരണം അവർ അതിനെതിരായിട്ട് കൃത്യമായ സമരം നടത്തിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ അംബേദ്കറൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അത് നടത്തേണ്ടതുണ്ടായിരുന്നു. ഇത് തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ കാര്യത്തിലുള്ളത്. ശരിക്കും മാർക്സും എംഗൽസും ഒക്കെ തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ നല്ല നിലപാടുകൾ പറയുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതിവിടെ പഠിപ്പിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല കേരളത്തിൽ. കാരണം വെച്ചാൽ ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെട്ടു പോയി. 40കളിലും 50കളിലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പ്രചരിപ്പിച്ചെന്ന് വെച്ചാലും സോവിയറ്റ് യൂണിയനിലൊക്കെ സ്ത്രീകളൊക്കെ പൊതുസമ്പത്താണ്. അങ്ങനെയാക്കി അത്രയൊരു പ്രചരണത്തെ നേരിടാൻ കഴിയാതെ വോട്ട് കിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും രക്ഷയില്ല. അങ്ങനെ അവർ കമ്മ്യൂണിസം പഠിപ്പിച്ച സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലും ഇവിടെ